السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അല്ലാഹു തആല അവൻ്റെ ഖൈറും ബറക്കത്തും നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഇത്തരം ദീനി വിജ്ഞാന വേദികളിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച, വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ അല്ലാഹു തആല എല്ലാവർക്കും അവൻ്റെ നിഅമത്തും ബറക്കത്തുമെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ നൈമിഷികമായ ഒരു ജീവിതമാണ് ഈ ദുനിയാവിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ പ്രധാനമായും ജീവിക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മാവുകളുടെ ലോകമാണ്. അല്ലാഹു തആല ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ നിന്ന് എല്ലാവരുടെയും ആത്മാവുകളെ പുറത്തേക്കെടുത്തുവെന്നും ചില കരാറുകൾ അല്ലാഹു തആല അവരോട് വാങ്ങിയെന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആലമുൽ അർവാഹ്. ആ ആലമുൽ അർവാഹിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളില്ല. ഈ ലോകവുമായി അതിന് ബന്ധവുമില്ല. അത് മറ്റൊരു ലോകത്താണ്. ഇനി ജനിക്കാൻ പോകുന്ന, വരാൻ പോകുന്ന തലമുറകൾ, അവിടെ എല്ലാം ആത്മാവുകൾ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ആത്മാവുകളുടെ ലോകത്ത് അവർക്ക് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം അവ ഇപ്പോൾ നിലകൊള്ളുന്നു. വിശദാംശങ്ങൾ നമുക്കറിയില്ല, അല്ലാഹു അഅലം. അത് കഴിഞ്ഞ് അല്ലാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ മനുഷ്യരൂപമായി ഒരു ശരീരമുണ്ടായി വരികയും
ആ ഗർഭത്തിന് 4 മാസം പ്രായമാകുമ്പോൾ ആ ശരീരത്തിലേക്ക്, ആ കുഞ്ഞു മനുഷ്യനിലേക്ക് ഈ ആത്മാവിനെ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു. ആ മലക്ക് ആ റൂഹിനെ, ആ ആത്മാവിനെ ആ കുഞ്ഞു മനുഷ്യനിൽ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന 4 മാസം മാത്രം പ്രായമുള്ള ആ കുട്ടിയിലേക്ക് ആ റൂഹിനെ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് ആത്മാവും ശരീരവും ഒന്നിച്ചായി പ്രയാണം. നിശ്ചയിക്കപ്പെട്ട കാലം പൂർത്തിയാക്കി ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ആത്മാവും ശരീരവും ഒന്നിച്ച് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എത്ര കാലമാണ് ഇങ്ങനെ ഈ ആത്മാവും ശരീരവും ഒന്നിച്ചുള്ള യാത്ര ഉണ്ടാവേണ്ടത് എന്ന് അല്ലാഹു തആല ഓരോരുത്തർക്കും തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിക്കപ്പെട്ട സമയം എത്രയാണോ അത് കൃത്യമായി ഇവിടെ ജീവിച്ചു തീർക്കുന്നു. അത് അവസാനിക്കുമ്പോൾ എവിടെ വെച്ചാണെങ്കിലും എപ്പോഴാണെങ്കിലും ആത്മാവും ശരീരവും വേർപിരിയുന്നു. അതാണ് മരണമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമിക അധ്യാപന പ്രകാരം മരണമെന്നത് അവസാനമല്ല. മരണം ഒരു അവസ്ഥാ മാറ്റമാണ്. മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കവാടമാണ്. ഈ ലോകത്തു നിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് മനുഷ്യൻ മാറുന്ന മാറ്റത്തിനാണ് അൽ മൗത്ത്, മരണമെന്ന് വിശേഷിപ്പിക്കുന്നത്. അവിടെ നിശ്ചയിക്കപ്പെട്ട സമയമാകുമ്പോൾ മറ്റൊരു മലക്ക് അല്ലാഹു തആല പറഞ്ഞയക്കുന്നു. ഉമ്മയുടെ ഗർഭത്തിലേക്ക് 4 മാസം ഒരു മലക്ക് വന്ന് പ്രവേശിപ്പിച്ച റൂഹിനെ ആയുസ് അവസാനിക്കുമ്പോൾ മറ്റൊരു മലക്ക് വന്ന് ആ റൂഹിനെ തിരിച്ചെടുക്കുന്നു. ശരീരത്തിൽ നിന്ന് ആ റൂഹിനെ വേർതിരിക്കുന്നു. ചില ആളുകൾ ഉമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ മരിക്കാറുണ്ട്. ആ റൂഹ് വന്ന് പ്രവേശിച്ചപ്പോൾ ആ കുഞ്ഞ് ഇളകാൻ തുടങ്ങി. എന്നാൽ ആ ആയുസ് ഏതാനും മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ മാത്രമാണ് എങ്കിൽ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മറ്റൊരു മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ആ റൂഹിനെ വേർതിരിച്ച് ശരീരവും റൂഹും രണ്ടാക്കി മാറ്റുന്നു. ചിലർ ജനിച്ചു വന്ന തൊട്ടടുത്ത സമയത്ത് തന്നെ മരിച്ചു പോകുന്നു. ചിലർ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ജീവിക്കുന്നു. നമ്മളൊക്കെ ഏതാനും കൊല്ലങ്ങളായി എങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എപ്പോഴാണ് അവസാനിക്കുക നമുക്കറിയില്ല. ഏതു സമയത്താണ് അല്ലാഹു തആല നിശ്ചയിച്ചത് ആ സമയമാകുമ്പോൾ ശരീരത്തിൽ നിന്ന് റൂഹിനെ തിരിച്ചു പിടിക്കും. ആ റൂഹിനെ ഊരിയെടുത്ത് കൊണ്ടുപോകുമെന്നൊക്കെ വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങൾ കാണാം. വന്നാസിആതി വർഖ വന്നാശിതാതി നശ്ത. ഒന്നുകിൽ സൗമ്യമായി കെട്ടഴിച്ചു വിടുന്നത് പോലെ ആ റൂഹിനെ ഏറ്റവും മൃദുവായി സൗമ്യമായി മലക്കുകൾ ആ ശരീരത്തിൽ നിന്നതിനെ വേർപിരിക്കുന്നു. അതല്ലെങ്കിൽ അതിരൂക്ഷമായ ശൈലിയിൽ, കഠിനമായ ശൈലിയിൽ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ വേർപിരിക്കുന്നു. ഇതാണ് മരണം. അവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ഈ പ്രയാണം. ഈ ലോകത്ത് 30, 40, 50, 60, 70 എത്രയാണോ നിശ്ചയിച്ചത്, ആ കാലം കഴിയുമ്പോൾ ശരീരവും ആത്മാവും കൂടെ വേർപിരിയുകയും പിന്നീട് ബർസഖി ലോകത്തേക്ക് മാറുകയും ചെയ്യുന്നു. ശരീരം മണ്ണിന്റെ ഭാഗമായി മാറും. അത് മണ്ണിലേക്ക് വെച്ചു, മണ്ണതിനെ ഭക്ഷിച്ചു. ആ മണ്ണിന്റെ ഭാഗമായി മണ്ണിൽ കലർന്ന് ആ ശരീരവും മണ്ണായി മാറുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പരിചയപ്പെടുത്തിയത് ആ ഒരു ആശയമാണ്. മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുകയും ചെയ്യും. ഇനി മറ്റൊരിക്കൽ ആ മണ്ണിൽ നിന്ന് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ആ ആയത്തിന്റെ ആശയം. അഥവാ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടവൻ മണ്ണിലേക്ക് മടങ്ങി മണ്ണിന്റെ ഭാഗമായി മാറി കൊല്ലങ്ങളെടുത്ത് ആ ശരീരം പൂർണ്ണമായും ദ്രവിച്ച്
ആ മണ്ണിന്റെ ഭാഗമായി മാറുന്നു. ആത്മാവാകട്ടെ അത് നിശ്ചയിക്കപ്പെട്ട ലോകത്ത് ഒന്നുകിൽ ഇല്ലിയീൻ അല്ലെങ്കിൽ സിജ്ജീൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതിനെ കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. മലക്കുകളുടെ സാക്ഷ്യത്തിലുള്ള മുഖറബീങ്ങളായ റബ്ബിന്റെ സാമീപ്യം നേടിയ മലക്കുകളുടെ സന്നിധിയിലുള്ള പ്രത്യേകമായ കേന്ദ്രമാണ്, ഇടമാണ് ഇല്ലിയീൻ എന്ന് വിളിക്കപ്പെടുന്നത്. പുണ്യവാന്മാരുടെ ആത്മാവുകളാണെങ്കിൽ ആ ഇല്ലിയീനിലായിരിക്കും, മോശപ്പെട്ടവൻ്റേതാണെങ്കിൽ സിജ്ജീനിലായിരിക്കുമെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ആ ലോകമാണ് ആലമുൽ ബർസഖ്. ആലമുൽ അർവാഹി കഴിഞ്ഞ് രണ്ടാമത്തെ ലോകം ആലമുദ് ദുനിയ, ദുനിയാവെന്ന ഈ ലോകം. മൂന്നാമത്തെ ലോകമാണ് ആലമുൽ ബർസഖ്. ബർസഖിയായ ലോകം ഒരു മറക്കപ്പുറത്ത് കഴിഞ്ഞുകൂടുന്നു. ഈ ദുനിയാവിലെ വ്യവസ്ഥകൾ അവർക്ക് ബാധകമല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. അവർ മറ്റൊരു ലോകത്തേക്ക് മാറി അവിടെ ഒന്നുകിൽ സുഖവും സന്തോഷവുമാണ്, അല്ലെങ്കിൽ ദുഃഖവും പ്രയാസവുമാണ്. ആ നിലക്ക് ആലമുൽ ബർസഖിൽ അവർ ജീവിക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ആലമുൽ ആഖിറ, പാരത്രിക ഭവനം എന്ന് പറയുന്ന ദാറുൽ ആഖിറ, ആ പാരത്രികമായ ഭവനത്തിലേക്കാണ് സൂര്യൻ രണ്ടാമത്തെ ഊത്തോടുകൂടി ഈ ശരീരവും ആത്മാവും ഒന്നിച്ചുകൂടി വീണ്ടും യാത്രയാകുന്നത്. മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന ശരീരം ആ മണ്ണിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വരുന്നു. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീൽ. അവരിൽ നിന്ന് മണ്ണ് എന്തെല്ലാമാണ് ചുരുക്കുന്നത് നമുക്കറിയാം. മണ്ണിലേക്ക് ദ്രവിച്ച് ആ മണ്ണിന്റെ ഭാഗമായി ആ ശരീരം അങ്ങ് നമ്മുടെ കണ്ണിൽ അതില്ലാതായി പോയാലും ആ മണ്ണിന്റെ ഏതു ഭാഗത്ത്, ഭൂമിയുടെ ഏതു ഭാഗത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏതു ഭാഗങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാമെന്ന് മാത്രമല്ല, വഇൻദനാ കിതാബുൻ ഹഫീൽ, എല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെച്ച, രേഖപ്പെടുത്തിയ ഒരു രേഖ നമ്മുടെ പക്കൽ ഉണ്ട് താനും. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ രണ്ടാമത് ഊതുന്നതോടുകൂടി മണ്ണിൽ നിന്ന് ഈ ശരീരങ്ങളെല്ലാം എണീക്കുകയാണ്. എല്ലാവരും എണീക്കുന്നു. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് അവർ വരുന്ന ദിവസമെന്നാണ് അല്ലാഹു തആല അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. മറ്റു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുമെന്നാണല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് തള്ളുന്ന ദിവസമാണത്. ഭൂമിക്കടിയിൽ എന്തെല്ലാം ആരെല്ലാം എത്രയോ കാലങ്ങളായി ഈ ഭൂമിയുടെ, ഈ മണ്ണിന്റെ ഭാഗമായി മാറി ഇതിൽ കിടക്കുന്നുണ്ടോ അവരെല്ലാം പുറത്തേക്ക് വരുന്നു. ഇല്ലീനിലെ സജ്ജീനിലെ ആത്മാവും ഈ ശരീരവും വീണ്ടും സംഗമിക്കുന്നു. രണ്ടാമത് ഒന്നിച്ച് യാത്ര ആരംഭിക്കുന്നു. പിന്നീട് മഹ്ശർ, വിചാരണ, അവിടെ മീസാന്, സിറാത്ത് തുടങ്ങിയതെല്ലാം കഴിഞ്ഞ് ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു ഭാഗം നരകത്തിലേക്ക് മറ്റൊരു ഭാഗം സ്വർഗത്തിലേക്ക് എന്നായി മാറി. അങ്ങനെ ഒന്നുകിൽ സ്വർഗത്തിൽ അറ്റമില്ലാത്ത കാലം, അല്ലെങ്കിൽ നരകത്തിൽ അറ്റമില്ലാത്ത കാലം. ഇതാണ് ഒരു മനുഷ്യന്റെ ശരിയായ ജീവിതം എന്നത്. അതല്ലാതെ കേവലം ഈ ഭൂമിയിലുള്ള ഏതാനും വർഷങ്ങൾ മാത്രമുള്ള നൈമിഷികമായ ജീവിതമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്ര വലിയ വിശേഷ ബുദ്ധിയും ഇത്രയേറെ സൗകര്യങ്ങളും എല്ലാം തന്നുകൊണ്ട് അല്ലാഹു തആല മനുഷ്യരെന്ന ജീവിയെ മറ്റു ജീവികളെക്കാൾ ഉത്കൃഷ്ടനായി സൃഷ്ടിച്ചത്? കോടാനുകോടി ജീവികൾ ലോകത്തുണ്ട്. ലക്ഷക്കണക്കായ ഇനം ജീവികളും പക്ഷികളും മൃഗങ്ങളും അടക്കം എല്ലാം ലോകത്തുണ്ട്. അവക്കൊന്നുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ. ലഖദ് ഖലഖൽ ഇൻസാൻ ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് സട്ടാവായ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. എന്തിനാണ് മനുഷ്യൻ എന്ന ജീവിയെ മാത്രം ഇത്രയേറെ സവിശേഷമായി സൃഷ്ടിച്ചത്? ഈ നാട്ടിൽ മറ്റൊരുപാട് ജീവികളുണ്ടല്ലോ. കാലങ്ങളായി നമ്മൾ കാണുന്ന നായയും പൂച്ചയും പട്ടിയും കാക്കയും അടക്കമുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവിടെയൊന്നും ജീവിത രീതികളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 100, 200, 300 കൊല്ലം മുമ്പ് കാക്കകൾ എങ്ങനെയാണോ കൂടുകൂട്ടിയത്,
അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കാക്കകൾ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 1000 കൊല്ലം മുമ്പ് പൂച്ച എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പൂച്ച ജീവിക്കുന്നത്. ആ ജീവികൾക്കൊന്നുമില്ലാത്ത സവിശേഷത മനുഷ്യനു നൽകി അല്ലാഹു തആല സൃഷ്ടിച്ചയച്ചത് എന്തിനാണ്? കേവലമായ 30, 40, 50 കൊല്ലം ജീവിച്ച് കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു വീടുണ്ടാക്കി 4 മക്കളുമുണ്ടായി ഒരു വലിയ ബിൽഡിങ്ങും കെട്ടി അല്ലെങ്കിൽ കൃഷി ഉണ്ടാക്കി അങ്ങനെ അവൻ ജീവിച്ചു മരിച്ചുപോയി എന്ന് പറയാൻ മാത്രമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ ജീവിതം? ഇതല്ല ജീവിതം കൊണ്ട് അടിസ്ഥാനമായി അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് ആത്യന്തികമായ പാരത്രികമായ ജീവിതം ഞാൻ സൂചിപ്പിച്ച ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലാണ് ഒരു വിഭാഗം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആ വഴിയിൽ സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാനാണല്ലോ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അത് സത്യമാണ്, ആ ലോകമുണ്ട് എന്നത്. മരിക്കുമെന്ന് സത്യമാണെങ്കിൽ മരിച്ചാൽ വീണ്ടും എണീക്കുമെന്നതും സത്യം തന്നെയാണ്, സംശയമില്ല. മരിക്കുമെന്ന് സത്യമാണ്. നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ എല്ലാം വ്യത്യസ്തങ്ങളായ മരണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പണക്കാരും അല്ലാത്തവനും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവനും, വലിയ വലിയ അധികാരമുള്ളവരും അല്ലാത്തവരും, രാജാക്കന്മാരും അടക്കം പലതരം മരണങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ടു. ഒരു ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു അഭിമുഖം ഇന്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കെ കാർഷിക രംഗത്ത് വലിയ ഉദ്യോഗസ്ഥനായ ഒരാൾ ആ ഇന്റർവ്യൂ നൽകുന്നതിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു വീഴുന്ന രംഗം, അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ. എത്ര വലിയവനും എത്ര ചെറിയവനും മരണമെന്ന് സത്യമാണ്. അത് എവിടെയും ഉണ്ടാകാം. ഈ സംസാരിക്കുന്ന ഞാൻ ഈ സംസാരത്തിനിടയിൽ കുഴഞ്ഞു വീണു മരിക്കുമോ അല്ലാഹു വഴി നമുക്കറിയില്ല. ആർക്കും എപ്പോഴും സംഭവിക്കാം. എങ്കിൽ ആ മരണം സത്യമാണെങ്കിൽ അതുപോലെ സത്യമാണ് മരിച്ചാൽ വീണ്ടും എണീക്കുമെന്നത്. അത് തിരിച്ചറിയുക എന്നാണ് പ്രധാനം. എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യത്തെ മനസ്സിലാക്കി സ്വർഗം കിട്ടണം എന്ന ആ ഒരു ഉത്തമ ബോധത്തോടു കൂടി ഈ ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു തആല ജീവിതവും മരണവും സംവിധാനിച്ചത് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, ആരാണ് അഹ്സനു അമൽ എന്ന് പരീക്ഷിക്കാനാണ്. അഹ്സനു അമൽ അല്ലാഹുവിന്റെ പ്രയോഗം ശ്രദ്ധേയമാണ്. ആരാണ് ഏറ്റവും അധികം അമൽ ചെയ്യുക എന്ന് നോക്കാൻ എന്നല്ല, ആരാ ഏറ്റവും നല്ല അമൽ ചെയ്യുക എന്ന് നോക്കാൻ. അഹ്സനു അമൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അഹ്സനു അമലാകണമെങ്കിൽ 2 കാര്യം യോജിക്കണം. ഒരുപാട് ചെയ്തു പക്ഷെ അഹ്സനു അമലല്ല, കാര്യമില്ല. അഹ്സനു അമൽ കുറച്ചേയുള്ളൂ എങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്. അഹ്സനു അമലാവാൻ 2 കാര്യം യോജിക്കണം. ഒന്നാമത് ഇഖ്ലാസാണ്, രണ്ടാമത് ഇത്തിബാ ആണ്. അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം. ആളെ കാണാനും കാണിക്കാനും പേരിനും പെരുമക്കും വലിപ്പത്തരത്തിനുമൊക്കെയാണ് എങ്കിൽ ആ അമൽ അഹ്സനു അമൽ അല്ല. നിസ്കരിച്ചു പക്ഷെ ആ നിസ്കരിച്ചത് 4 ആൾ അറിയാൻ വേണ്ടിയാണ് എങ്കിൽ ആ നിസ്കാരം അഹ്സനു അമലല്ല, അമലാണ് പക്ഷേ അഹ്സനു അമലല്ല. സ്വതക്ക ചെയ്തു, എന്തിനാണ്? വലിയ പേര് കിട്ടാനാണ്, മോശത്തരം ഒഴിവാകാനാണ്. അവരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇപ്പം കൊടുക്കാതിരിക്കുക എന്നൊക്കെ കൊടുത്തത് അമലാണ് പക്ഷേ അഹ്സനു അമലല്ല. പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ അഹ്സനു അമലാണോ? നമ്മൾ ആലോചിക്കുക. ഇഖ്ലാസ് ഉണ്ടോ? അതാണ് അഹ്സനു അമൽ. അല്ലാഹ്ക്ക് വേണ്ടി ചെയ്തുവോ? അതാണ് അഹ്സനു അമൽ. രണ്ടാമത് ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക, നബിതങ്ങൾ പഠിപ്പിച്ച പോലെ ചെയ്യുക. ഒന്ന് അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുക, 2 അല്ലാഹു പഠിപ്പിച്ച പോലെ നബിതങ്ങൾ അറിയിച്ചതുപോലെ ചെയ്യുക. ഒന്ന് അല്ലാഹ്ക്ക് വേണ്ടി, 2 അല്ലാഹ് പറഞ്ഞ പോലെ. ഒന്ന് ലിവജ്ഹില്ലാ, അല്ലാഹുവിന് വേണ്ടി മാത്രം. അല്ലാ യുഅ്ബദ ഇല്ലല്ലാഹ് വഅല്ലാ യുഅ്ബദ ഇല്ലാ ബിമാ ശറഅ അല്ലാഹ്. അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, അല്ലാഹു തആല പറഞ്ഞത് മാത്രം ചെയ്യുക. അതാണ് അഹ്സനു അമൽ. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല.
കുറേ ചെയ്തു കൂട്ടി, കുറേ ചൊല്ലിപ്പോയി, പക്ഷേ അതൊന്നും ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എങ്കിൽ ആ അമല് നമ്മളെ വകയിൽ കണക്കൂട്ടാൻ പറ്റില്ല. അവിടെയാണ് സഹോദരങ്ങളെ ദീനു പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് ദീനിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്, ശരിയാണ്. ഒരുപാട് ബഹളങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ആ തർക്കമെല്ലാം ഉണ്ടെന്ന് കരുതി തൽക്കാലം എനിക്കൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാനല്ല പറഞ്ഞത്. എല്ലാ രംഗത്തും തർക്കമുണ്ട്. പഴയകാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയങ്ങൾ പോലും ഇത് തർക്കമായി മാറി. നിസ്കാരം 5 വക്ത് നിസ്കാരം ഫർളാണ് എന്ന കാര്യത്തിൽ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങൾക്ക് തർക്കം ഉണ്ടായിരുന്നില്ല. ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ 5 വക്ത് നിസ്കാരം ഇല്ലെന്ന് പറയുന്നവർ, 3 വക്തേ ഉള്ളെന്ന് പറയുന്നവർ, അതുമില്ലെന്ന് പറയുന്നവർ എല്ലാം ഉണ്ടായി വന്നു. നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് നിസ്കാരം തന്നെ വേണ്ട എന്ന് വെച്ച് പോകാൻ പറ്റുമോ? ഇല്ല. പഴയ കാലത്ത് ലോകത്തിന്റെ മൊത്തം നിയന്താവ് അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. കാരണം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് സർവ്വസ്തു എന്ന് നമ്മളൊക്കെ പറയുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ മൊത്തം റബ്ബ്, ലോകത്തിലെ മൊത്തം നിയന്ത്രണം പടച്ച റബ്ബിനാണ് എന്ന് തർക്കമില്ലാതെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു. ഇന്ന് ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം CM മടവൂരിനാണ്, അയാളാണ് മുദബ്ബിർ ആലം എന്നാണ് ഇപ്പൊ വലിയ വലിയ ഉസ്താദുമാർ പോലും പ്രസംഗിക്കുന്നത്. ഒരു തർക്കമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ച് ഇനി ആരോടാ പ്രാർത്ഥിക്കേണ്ടത്, ആരെ പേരാ സത്യം ചെയ്യേണ്ടത്, ആരിൽ നിന്നാണ് ഗുണം പ്രതീക്ഷിക്കേണ്ടത്? സംശയിക്കാനില്ല, പടച്ച റബ്ബിൽ നിന്ന്. അതിൽ തർക്കം വന്നു. അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്താൽ ദുആ കേൾക്കുമെന്ന്, സഹായിക്കുമെന്ന്, ഉത്തരം ചെയ്യുമെന്ന് ഒക്കെ മുസ്ലിമീങ്ങളിൽ പലരും വാദിക്കുന്നു. അവിടെ നമ്മുടെ ബാധ്യത എന്താണ്? എൻ്റെ ജീവിതം നേരത്തെ പറഞ്ഞപ്പോൾ 4 ഘട്ടങ്ങൾ താണ്ടിപ്പോകാനുള്ളതാണ്. അതിൽ ആലമുദ്ദുന്യ ദാറുദ്ദുന്യയിലാണ് ഇപ്പോഴുള്ളത്. ഇനി ദാറുൽ ബർസഖിലേക്ക് പോകാനുണ്ട്, ദാറുൽ ആഖിറ പരലോക ഭവനത്തേക്ക് എത്താനുണ്ട്. അവിടെ സ്വർഗത്തിലേക്ക് എത്തണം, നരകത്തിൽ രക്ഷപ്പെടണം. അതിന് അഹ്സനു അമല, അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം അമൽ ചെയ്യുക, അതാണ് വേണ്ടത്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം വ്യതിരിക്തമാകുന്നത്. എന്തിനാ മലപ്പുറത്ത് കുറേ പള്ളി ഉണ്ടായിട്ടും ഇവിടെ വേറെ പള്ളി ഉണ്ടായത്? അവിടെ എല്ലാം ഖുർആൻ പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടായിട്ടും എന്തേ ഇവിടെ വേറെ ഖുർആൻ ക്ലാസ് ഉണ്ടാകുന്നത്? ഈ രംഗത്തെ കണിശതയാണ്. അഹ്സനു അമൽ എന്നതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ശരിയായ സോഴ്സിൽ നിന്ന് ഉൾക്കൊണ്ട് അത് ആളുകൾക്ക് കൃത്യമായി തന്നെ പകർന്നു കൊടുക്കുക എന്നിടത്താണ് ഇത്തരം പള്ളികൾ വ്യതിരിക്തമാകുന്നത്. സഹോദരങ്ങളെ, ആ നിലക്കൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. കേവലം ഒരു പാർട്ടി ആസ്ഥാനം എന്നല്ല ഈ പള്ളികൾ നമ്മൾ കാണുന്നത്. പള്ളി നാട്ടിൽ കുറേ ഉണ്ട്, എല്ലാ പള്ളികൾക്കും മഹത്വമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഏത് പള്ളി എന്നതിനേക്കാളേറെ അവിടെയുള്ള ഇബാദാത്തുകൾ, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതൊക്കെ എത്ര കണ്ട് എൻ്റെ പരലോകത്തേക്ക്, എൻ്റെ സ്വർഗപ്രവേശത്തിന് അതെല്ലാം നിമിത്തമായി മാറും. അത് എത്ര കണ്ട് അഹ്സനു അമലാണ് എന്നൊരു അന്വേഷണം അനിവാര്യമാണ്. നബി തങ്ങൾ പഠിപ്പിക്കാത്ത, അല്ലാഹു തആല വഹയി പ്രകാരം അറിയിക്കാത്ത ഒരു അമൽ എത്ര വലിയ അമലായി ആര് പഠിപ്പിച്ചാലും ശരി, അത് ഇസ്ലാമിൽ അഹ്സനു അമലല്ല. പിൽക്കാലത്ത് കടന്നു വന്ന പാട്ടും ബെയ്ത്തും മാലയും മൗലിദും റാത്തീബും ഖുത്ബിയത്തും ഹദ്ദാദും നാരിയാസ്ലാത്തും കമാലിയാസ്ലാത്തും കൻജുൽ അർശും സലാമുത്തുൽ ഈമാനും ഹംസിയത്തുൽ ബദരിയയും ജൽജലൂത്തും അടക്കമുള്ള ഒട്ടനവധി പാട്ടും ബെയ്ത്തും സമൂഹത്തിലുണ്ട്. ഇതൊക്കെ അല്ലാഹു റസൂലും പഠിപ്പിച്ചതാണോ? അല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. എന്നാ പിന്നെ അതൊക്കെ ചെയ്തിട്ട് അതൊക്കെയാണ് എനിക്ക് രക്ഷക്കുള്ള വഴി, അതൊക്കെ കൂലി കിട്ടും, അതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് വിചാരിച്ച സഹോദരങ്ങളെ, അതെങ്ങനെ ന്യായമായി മാറുക? അതുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തയ്യാറാകണേ എന്ന് മാത്രമാണ് ഈ ആമുഖ സംസാരത്തിൽ സൂചിപ്പിക്കാൻ. ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഖുർആൻ പഠിക്കാൻ സംവിധാനമുണ്ട്. വിശുദ്ധ ഖുർആൻ 1, 2, 3 ആയത്തുകൾ അത് ഓതാനും അർത്ഥമറിയാനും എല്ലാമുള്ള സംവിധാനം ബഹുമാനനായ വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം കർമ്മശാസ്ത്രം പഠിക്കാനുള്ള സംവിധാനമുണ്ട്.
ഫിഖഹിയായി നമ്മുടെ ഇബാദാത്തുകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ വുളൂ, നമ്മുടെ കുളി, തയമ്മും അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ശരിയായ പ്രവാചക അധ്യാപനം, നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്, സ്വഹാബികൾ എങ്ങനെയാ പഠിച്ചത് എന്ന് കൃത്യമായി പ്രമാണം അടിസ്ഥാനമാക്കി കർമ്മശാസ്ത്രം പഠിക്കാനുള്ള സംവിധാനം എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് മുതൽ ഇശാ വരെ ഈ പള്ളിയിലുണ്ട്. കുട്ടികൾക്ക് മദ്രസ സംവിധാനമുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ക്ലാസ്സുകൾ എന്തിനാ സംഘടിപ്പിക്കുന്നത്? ഈ ശരിയായ റൂട്ട്, ഈ അഹ്സനു അമൽ അത് എന്താണ് എന്ന് ശരിയായി പഠിക്കാനുള്ള സംവിധാനം മാത്രം ഉദ്ദേശിക്കുന്നത്. ഈ പരിസരത്തുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തണേ എന്നാണ് ഈ സമയത്ത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് 10-11 തീയതികളിൽ നമ്മുടെ ഈ ടൗണിൻ്റെ ഭാഗത്ത് ദേശീയപാതയോർത്ത് MBH ഹോസ്പിറ്റൽ കഴിഞ്ഞ് ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന് അപ്പുറത്തായിക്കൊണ്ടുള്ള വിശാലമായ ആ മൈതാനിയിൽ വിപുലമായ ഒരു യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് 18 മുതൽ 45 വരെ പ്രായമുള്ള എല്ലാവരെയും, ആണും പെണ്ണുമടക്കം എല്ലാവരെയും പരമാവധി പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. നിൽക്കുന്നതിന് വരാൻ കഴിയാത്തവർക്ക് ലൈവായി കേൾക്കാനും സംവിധാനമുണ്ട്. ആ നിലക്ക് അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ തൊട്ടുകൊണ്ടുള്ള ഏറ്റവും നല്ല വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് നാം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. ആ ഒരു സമ്മേളനത്തിലേക്കും ഈ പറയപ്പെട്ട പ്രായപരിധിയിലുള്ളവർ, ഈ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാവരും ഈ നിലക്കുള്ള അവനവൻ്റെ പരലോകത്തിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ പഠനത്തിന് സമയം കണ്ടെത്തണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആമുഖ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകൾ വിശദമായി തന്നെ വളരെ വ്യക്തമായി ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. ആ സംസാരം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ആമുഖ സംസാരം അവസാനിപ്പിക്കുന്നു. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.